മിനുട്ടി, നമ്മൾ ഇന്നത്തെയും പോലെ ഇന്നും വന്നിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു സംഗീത വിരുന്ന് തന്നെ ഒരുക്കാനായിട്ട്. എന്നത്തെയും പോലെ നമ്മുടെ ജഡ്ജസിനെ വിളിച്ചാലോ? സ്വാഗതം ചെയ്യാം. ടോപ്പ് ജഡ്ജസ് വെൽക്കം. എന്തോ തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം ആരംഭിക്കാം. അതിനു മുമ്പ് പ്രേക്ഷകരെ, അപ്പോ ഇന്നും നിങ്ങൾക്ക് വേണ്ടി അടിപൊളി പെർഫോമൻസുകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോ കാത്തിരുന്ന് കണ്ടോളൂ. നമ്മൾ ആദ്യത്തെ പെർഫോമറെ വിളിക്കാൻ പോവാണ്. മിനുട്ടി, നമുക്ക് ഇനി ഒരു ഫേവറേറ്റ് സോങ് റൗണ്ട് ആയാലോ? ആയിക്കോട്ടെ. റിമു എന്ത് പറയുന്നു? ആ റൗണ്ട് ഓക്കെ അല്ലേ? ക്യാരക്ടർ റൗണ്ട് അതിനെ വേറെ പേരാക്കി നിങ്ങൾ പറയുന്നത്. അപ്പൊ റിമുവിന്റെ ഈ ശ്രദ്ധയും ആർജവും ഉള്ള ഒരു കുട്ടിയെ നമുക്ക് വിളിക്കാം. ആർജിത, വെൽക്കം ആർജിത ഓൺ സ്റ്റേജ്. സുന്ദരിക്കുട്ടി, എന്തുണ്ട്? സുഖാണോ? ലാവെൻഡർ ഇനി ലാവെൻഡർ മാത്രമേ മിക്കവാറും കാണുള്ളൂ ഇവിടെ. ലാവെൻഡറിന്റെ അതിന്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. കാരണം നമ്മളിപ്പോ ന്യൂസിലാൻഡ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാല് ഒരു മരത്തിൽ ഈ ലാവെൻഡർ കളറിലുള്ള പൂക്കൾ മാത്രം, പിന്നെ വൈറ്റ് കളറിലുള്ള മാത്രം, പിന്നെ എന്താണ് പറയുന്നത് നമ്മുടെ ഓറഞ്ച്, അതുപോലത്തെ പല ലൈറ്റ് കളേഴ്സ് ഉള്ള പൂക്കൾ. ഈ ലാവെൻഡറിന്റെ ഒരു മരം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ നിന്നൊരു പാട്ടും പാടി. ഓഹോ, എനിക്ക് അത്രയ്ക്ക് ഒരു ഇമോഷണലായി. കാരണം ഇത് കണ്ടപ്പോ നല്ല രസം. ചെണ്ടുമുല്ല തണ്ടിലൊരു വണ്ടിരുന്നു ചൊല്ലി, ചെണ്ടുമുല്ലേ നിന്മരന്തം പണ്ടേ എന്റേതല്ലേ, പണ്ടേ നിന്മരന്തം പണ്ടേ നിന്റേതല്ല, വീണ്ടുവോളം നീ നുകർന്നു വണ്ടേ കരിവണ്ടേ, ചെണ്ടുമുല്ല തണ്ടിലൊരു വണ്ടിരുന്നു ചൊല്ലി, ചെണ്ടുമുല്ലേ നിന്മരന്തം പണ്ടേ എന്റേതല്ലേ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു പാട്ട് മനസ്സിൽ വന്നു. ചെണ്ടുമുല്ലേ നിൻ മൃദുല തണ്ടിൽ വന്നിരുന്നും, ചുണ്ടിലെ നിൻ തേൻ കണമൻ ചുണ്ടിനാൽ നുകർന്നും, ചെണ്ടുമുല്ലേ നിൻ മൃദുല തണ്ടിൽ വന്നിരുന്നും, ചുണ്ടിലെ നിൻ തേൻ കണമൻ ചുണ്ടിനാൽ നുകർന്നു, ചെണ്ടുമുല്ല വാടി നിന്നെ കണ്ടിരുന്നും, മണ്ടി ചെണ്ടുമുല്ലേ നിന്നെ തണ്ടിലേറ്റിടാം ഞാൻ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ആ പാട്ട് ഇങ്ങനെ ചുമ്മാ ഒരു വരി കിട്ടിയതാണ്. ഞാൻ ഇങ്ങനെ ഈണം ഇട്ടു. അത് അവസാനം അനൂപ് മേനോന്റെ പടത്തില് അതൊരു സിനിമാ പാട്ടായിട്ട് മാറി. സിൻഡ്രല്ല എന്നുള്ള പടം. അപ്പൊ ഇതാ ഒരു സിൻഡ്രല്ല കുട്ടിക്ക് വേണ്ടി. സിൻഡ്രല്ല കറക്റ്റ് ആണ്. അപ്പൊ സിൻഡ്രല്ല ഏത് പാട്ടാ പാടുന്നേ? അറിവിന്ദിലാവേ. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാ. എനിക്ക് ഈശായ നമഃ. ഇനി ബാക്കി ഡീറ്റെയിൽസ്, ഇനി ബാക്കി ഫിലിം രാജശില്പി, പിന്നെ മ്യൂസിക് രവീന്ദ്ര മാഷ്, പിന്നെ ലിറിക്സ് ആൻവി കുറുപ്പ് സാർ, പിന്നെ സിംഗർ ചിത്രമ്മ. അഭിനയിച്ചവരറിയോ? അറിയാമോ ആരാന്ന്? ലാലേട്ടൻ, ഭാനുപ്രിയ മാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ഈശായ നമഃ, ഉമേശായ നമഃ, ഗൗരീശായ നമഃ, പരമേശായ നമഃ, ഭുവനേശായ നമോ നമഃ. അറിവിൻ നിലാവേ
വെരി ഗുഡ് വെരി ഗുഡ് നൈസ്, വെരി ഗുഡ്. നൈസ് നൈസ് നൈസ്. ഗുഡ് എഫർട്ട്. ആർജിത കുട്ടി എന്തോ വളരെ ആർജിതമായിട്ടുള്ള ഒരു പാട്ടാണ് എടുത്തോണ്ട് വന്ന മോള്. ഇതാരാ മോക്ക് സെലക്ട് ചെയ്തത്? സ്വന്തമായിട്ട് സെലക്ട് ചെയ്തതാണോ? ഇത് ഞാൻ ആദ്യം എനിക്ക് ഇഷ്ടമുള്ള ഒരു അല്ലെ, പാട്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ അത് ഞാൻ ഇങ്ങനെ കേട്ട് 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 അത് പഠിച്ച് ആ. അപ്പൊ എന്ത് ചെയ്തു, അത് പഠിച്ചപ്പോ അപ്പൊ എന്നോട് എന്റെ അച്ഛനമ്മ പറഞ്ഞു ഉം. എന്താണ് നമുക്ക് ഇതിലൊന്ന് കൊടുത്തു നോക്കാം, ആ, സെലക്ട് ആവുമെങ്കിൽ അതെ. പാടാന്ന് വിചാരിച്ചു. നല്ല അപ്പൊ കാര്യം. എനിക്ക് അത് ആ പാട്ട് കിട്ടിയപ്പോ കിട്ടി. സന്തോഷം. സന്തോഷമായി. നമ്മളെ ഈ പാട്ടെന്ന് പറയുന്നത് വൺ ഓഫ് ദ ടഫസ്റ്റ് സോങ്സ്. യെസ് യെസ് യെസ്. മോളിപ്പം വളർന്നു വരുന്ന കുട്ടിയല്ലേ, നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. ആ. നമ്മൾ നന്നായിട്ട് പാടും എന്ന് വെച്ചിട്ട് ചില പരീക്ഷണങ്ങൾക്ക് മുതിരരുത്. കാരണം ഇത് ഭയങ്കര ടഫാണ്. ഇതിന്റെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ഒരുപാട് ഒരുപാട് സംഗതികളുടെ വേരിയേഷൻസ് ഉണ്ട്. ആ സംഗതികളിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട്. പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഗന്ധി, നീളെ, ആടാൻ, പടിയണയും, അറിയാത്തതെന്തേ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. മോടെ മനസ്സിലുണ്ട് കാര്യങ്ങളെല്ലാം. അത് ഐ നോ ഇറ്റ് വെരി വെൽ. കാരണം മോടെ മനസ്സിൽ കൃത്യമായിട്ട് സംഗതികളെല്ലാം ഉണ്ട്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് കുറച്ചുകൂടെ കഴിഞ്ഞ് മോൾ ഈ പാട്ട് എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊരു അഭിപ്രായമാണ്. നന്നായിട്ട് പാടിയിട്ടുണ്ട് മോടെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഗുഡ് എഫർട്ട്, നല്ലൊരു എഫർട്ടാണ്. കാരണം ഇത് പഠിച്ച് പാടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മോൾ അതിനകത്ത് വിജയിച്ചിരിക്കുന്നു 100%. പക്ഷേ ദ എക്സിക്യൂഷൻ ഓഫ് ഇറ്റ്, കാരണം ആ കറക്റ്റായിട്ട് ഇപ്പൊ ഗന്ധി ഗാന്ധാരത്തിൽ വന്ന് നിൽക്കണം. മോഹനത്തിന്റെ ഫുൾ സാധനം എടുത്തു വെച്ച് രവിചേട്ടൻ അങ്ങ് കീച്ചിരിക്കുകയാണ് ഇതിനകത്ത്. പിന്നെ ചിത്ര പറയേണ്ട കാര്യമില്ല. ഒരു പക്ഷേ ഇതൊരു സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലോ ഒരു ഫിനാലേക്ക് എടുത്താലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ മോളിപ്പോ ഏകദേശം ഒരു 3-4 മാസം ആവുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ എത്ര 7-8 പാട്ടല്ലേ പാടിയുള്ളൂ. ഒരു 18ാമത്തെ പാട്ടായിട്ട് ഇത് പഠിച്ച് നല്ല ഹൃദയസ്ഥമാക്കി പച്ചവെള്ളം പോലെ ആക്കിയിട്ട് ഏത് രാത്രി തട്ടി ഉണർത്തി ഒന്ന് പാടാവോ എന്ന് ചോദിച്ചാൽ അറിവിന്നി പെട്ടെന്ന് പാടത്തക്ക രീതിയിലായാൽ മാത്രമേ ഈ പാട്ട് പൂർണ്ണമായിട്ട് നമുക്ക് പാടി ഫലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കുറേ ഭാഗങ്ങളൊക്കെ അതിമനോഹരമായിരുന്നു. അതുപോലെ തന്നെ മോള് ട്രൈ ചെയ്തേ അല്ലേ മധു? അതെ അതെ, കുറേ സ്ഥലങ്ങൾ അതൊക്കെ മോള് പാടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചിലടം ശരിയാകും, ചിലടം ശരിയാകത്തില്ല. ദാറ്റ് മീൻസ് യു ഹാവ് ഇറ്റ്, ബട്ട് സമയമെടുക്കും. എന്തായാലും നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല പാട്ട്. ആർജിത കുട്ടി, എനിക്കും വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണിത്. നല്ല എന്ത് മനോഹരമായിട്ടാണ് അതിന്റെ കോമ്പോസിഷൻ, പിന്നെ അത് പാടിയിട്ടുള്ളതും എല്ലാം. മോളിത് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഈ പാട്ട് ഇവിടെ പാടിയതിലും സന്തോഷം. പക്ഷെ ഇപ്പൊ അങ്കിൾ പറഞ്ഞ പോലെ, ശ്രീകുട്ടൻ അങ്കിൾ, MG അങ്കിൾ പറഞ്ഞ പോലെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക, നല്ല അവസരങ്ങളിൽ യൂസ് ചെയ്യുക. പിന്നെ പേടിച്ചാ പാടുന്ന ഈ പാട്ട്. അതെ, കാരണം മോക്ക് തന്നെ അറിയാം, കാരണം തെറ്റോ. അതെ 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 അതെ, തുടക്കം മുതലേ ഒരു പേടിയിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വോയിസിലൊരു വൈബ്രേഷൻ ആദ്യം മുതൽ അവസാനം വരെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പാടുമ്പോൾ. ഒരു വിറയുണ്ട് പാട്ടില്. ഇപ്പൊ ഒരു സസ്റ്റൈൻ നോട്ടൊന്ന് പിടിച്ചേ കേക്കട്ടെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇതുപോലെ ഇപ്പൊ പിടിച്ച പോലെ. അതെ അതെ, ഇപ്പൊ പേടിയില്ല, കാരണം പാടി കഴിഞ്ഞല്ലോ. പാടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിൽ വിറ വന്നേനെ. അങ്ങനെ വിറ പാടില്ല, വോയിസിൽ സ്ട്രെയിറ്റ് ആയിരിക്കണം കേട്ടോ. അങ്ങനെ വേറെ ഇപ്പൊ ഈശായ നമഃ ഉമേശായ നമഃ, അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണം. മോള് പാടുമ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ഒരു വൈബ്രേഷൻ പേടിച്ചിട്ടാണ് അതൊന്ന് മാറ്റിയെടുക്കണം. പിന്നെ അങ്കിള് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും കൂടി ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ആർജിത കുട്ടി, ഇനിയിപ്പോ എന്തോന്ന് പറയാൻ, നമുക്കെല്ലാം മനസ്സിലായില്ലേ? ഒരുപാട് നല്ല സ്ഥലങ്ങൾ, മണിമുകിലിൻ പടിയണയും കനലൊളിയും വനകലതയിത, അത് നല്ല രസമായി പാടി കേട്ടാ. പിന്നെ പറയുന്നുവോ നീ, ഈ സാധനമാണ് മോക്ക് അല്ലേ? ഒന്ന് പാടിക്കേ.
മറയുന്നുവോ അവിടെ തന്നെ ഉണ്ട് മോളെ. നീ? മറയുന്നതാ മറയുന്നുവോ ദൈവതം തെളിച്ച് കാണിക്കും. മറയുന്നുവോ നീ? ആ, അപ്പൊ താഴോട്ട്, കുഞ്ഞു അല്ലേ ഇത്ര, പക്ഷെ ബാക്കി ഒത്തിരി സ്ഥലങ്ങൾ നന്നായിട്ട് പാടി കേട്ടോ. Thank you. Thank you. ഓൾ ദി ബെസ്റ്റ്. Thank you. അപ്പൊ എന്താ മനസ്സിലായത്? അപ്പൊ ഇത്രയും കമന്റ്സ് ചെയ്യുന്ന സാറൊക്കെ പറഞ്ഞ കമന്റ്സ് എന്താ മനസ്സിലായത്? കുറച്ച് ടഫായിട്ടുള്ള പാട്ടുകൾ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് സമയം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറ്റും കേട്ടാ. ഇത് ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്, ഇല്ലാന്നല്ല. നമുക്ക് ഇനിയും നന്നാക്കണ്ടേ? ഓക്കെ, താങ്ക് യു. Thank you. So today we are giving you 96 out of 100. Thank you. ആദ്യ ഒരു ONV സർപ്പുകുരി. Thank you. അപ്പൊ all the best. Thank you. All the best. Thank you. Ta-ta. Good night. ഡെയിൻ ചേട്ടാ, ഓ, നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ ആണ് വരാൻ പോകുന്നത്. ലിറ്റിൽ ഏഞ്ചൽസിന്റെ ക്യാരക്ടർ പെർഫോമൻസ് ഉണ്ട്. അപ്പൊ ക്യാരക്ടർ പെർഫോമൻസ് ആണ്. നമ്മുടെ പ്രേക്ഷകരെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള റൗണ്ടാണ് ക്യാരക്ടർ എനിക്കും ഇഷ്ടം പെർഫോമൻസ്. ഭയങ്കര. അപ്പോ ഈ ലിറ്റിൽ ഏഞ്ചൽസ് ഇങ്ങനെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുമ്പോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അതെ അതെ അപ്പൊ ഒരു സുന്ദരി കുട്ടിയാണ് ഇന്ന് വരുന്നത്. കാരണം വരട്ടെ, അവരെ ഇങ്ങനെ നമ്മൾ ഈ ഫാൻസി ഡ്രസ്സ് പിന്നെ അങ്ങനത്തെ ഒക്കെ ഈ സമയമാണ് അവരെ ഒരുക്കാൻ ബെസ്റ്റ് സമയം. ശരിയാ. നമ്മളൊക്കെ എല്ലാരും ഒരുക്കിയിട്ടുണ്ടാവല്ലോ ഫാൻസി ഡ്രസ്. അതെ അതെ. റിമി എന്തോ ആയിട്ടായിരുന്നു fancy എനിക്ക് dress? എനിക്കറിയത്തില്ല, ഒത്തിരി ഫാൻസി ഡ്രസ് മത്സരത്തിൽ പോയിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ പ്രാവശ്യമേ പങ്കെടുത്തിട്ടുള്ളൂ സ്കൂളില്. ആ. അത് ഏറ്റവും വലിയ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട്, രാമുചേട്ടൻ. അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് മേക്കപ്പിന്റെ മെയിൻ ആളായിരുന്നു രാമുചേട്ടൻ. രാമുചേട്ടനായിരുന്നു എന്നെ മോഡൽ സ്കൂളിൽ ചെയ്ത്. ഒരു അമ്മൂമ്മയുടെ വേഷമായിരുന്നു. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് സെക്കൻഡ് എങ്ങാണ്ട, സെക്കൻഡോ തേർഡോ എങ്ങാണ്ട. കിട്ടിയില്ലേ? എന്തോ ഒന്ന് കിട്ടി, ഒന്നും കിട്ടിയില്ല. ഫാൻസി ഡ്രസ്. നിങ്ങളാരും പാമ്പുകൾക്ക് അത് ചെയ്തിട്ടില്ല? ഞാനതിന് പാടിയിട്ടുണ്ട് ഒരാള് ചെയ്യുമ്പോ. ആണോ? എന്റെ ഒരു സ്കൂളില് എന്റെ ഒരു സീനിയർ ആയിട്ട് ജസ്റ്റ് ഒരു ക്ലാസ് സീനിയർ ആയിട്ട് പഠിച്ച അനിൽ പ്രഭ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി അസുഖം പിടിച്ച പോലെ ഭിക്ഷക്കാരനായിട്ട് അഭിനയിക്കും. അത് സ്ഥിരം സ്കൂളിലുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു സ്കൂൾ കലോത്സവത്തിൽ show കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ടിട്ട് ഈ കൈ കൈ ഇങ്ങനെ മടക്കി വെച്ച് കൊറേ പഴമല്ലേ, പഴമൊക്കെ വെച്ച് പാളയംകുടം പഴം ഇങ്ങനെ ഉടച്ച് താടി വെക്കുന്ന അറിഞ്ഞൂടെ മീനൂട്ടിക്ക്? ഇല്ല. ആ, താടി വെക്കാൻ 5 മിനിറ്റ് മതി. മീനൂട്ടിക്ക് താടി വെക്കണോ? ആ, ഞാൻ ഈ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ വെപ്പിച്ചു. അത് എന്നെ കാണിച്ചിട്ടാ. ഉമിക്കരി വെച്ചിട്ടാണോ? ഉമിക്കരി അതൊന്നുമല്ല, അത് ഒരൊറ്റ അടിക്ക് 3 മിനിറ്റ് ഉണ്ട്. ഇങ്ങനെ നോക്കൂ, ആളെ വിളി. ശരി, മിനിറ്റോടെ ഒരുക്കാം നമുക്ക്. എന്നാ പെർഫോമൻസ് കഴിഞ്ഞിട്ട് കണ്ടാലോ സാറേ? പക്ഷെ ഇത് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം മുഖം മുഴുവൻ വേണ്ട, നീ താടി വെക്കണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഞാൻ പറ്റിച്ചതാണ്. വെച്ചേ പറ്റൂ. വേണ്ട, വേണ്ട, ആൾക്കാരാ എന്തായാലും ഒരുങ്ങിയിരിക്കുന്ന ഒരാളുണ്ട്, ആളെ വിളിക്കാം അല്ലേ? ലെറ്റ്സ് വെൽക്കം റാണി കുട്ടി ഓൺ സ്റ്റേജ്. ആഹാ, ഈ ഒരു റാണിക്കുഞ്ഞ് ആരാണ് ഈ ക്യൂട്ട് ആയിട്ടുള്ള കുട്ടി? Yes. ഈ ക്യൂട്ടി കുട്ടി ആരാ? ക്യൂട്ടി കുട്ടി കുഞ്ഞു പാത്തുമ്മയാന്ന് പറ. പാത്തുമ്മ. പാത്തുമ്മ. കുഞ്ഞി പാത്തുമ്മ. ആഹാ, പാത്തുമ്മേ, എന്തോ സുഖാണോ? സുഖം. ഇപ്പൊ ഏത് പാട്ടാ പാടുന്നേ? കദളി വാഴക്കൈ. ആഹാ. വെറുതെ അല്ല ഈ വേഷത്തിൽ പറഞ്ഞതേ വന്നേക്കണേ. ഉള്ളൂ. കദളി വാഴ കയ്യിലിരുന്ന് കാക്ക ഇന്ന് വിരുന്ന് വിളിച്ചു അല്ലേ? വിരുന്നുകാര വിരുന്നുകാര വന്നാട്ടെ. 5 വിരുന്നുകാര് വരാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പാടണേ. All the best. Thank you. ഓൾ ദി ബെസ്റ്റ്. Thank you. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ.
മക്കളെ എന്തോ ഓ, എന്താ പാട്ടല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടിനെക്കാട്ടിൽ. പാട്ട് നന്നായിട്ട് പാടി. എക്സ്പ്രഷൻ, ഓ ഒരു ഒന്നൊന്നര എക്സ്പ്രഷൻ ആയിരുന്നു. അതായത് കിളവനാണ് വരുന്നതെങ്കിൽ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സങ്കടം. പിന്നെ അയിലയും മീനും കൊടുക്കണം കിളവന്. പിന്നെ ഇടിച്ച് മറ്റേ മുറുക്കാനൊക്കെ ഇടിച്ച് അണ്ണാക്കിലോട്ട് വെച്ചു കൊടുക്കണം. ഇതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടാ വരുന്നത്. ആ ലൈനിന്റെ അടുത്തോട്ടാ വരുന്നത്. അതായത് എത്രയും വേഗം എന്തെങ്കിലും ഒന്ന് സംഭവിക്കൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വയസ്സായി കഴിഞ്ഞാൽ പിള്ളേർ ഇതുപോലെ പാടും. വയസ്സനാണ് വരുന്നതെങ്കിൽ മറ്റേ അയലയും ചോറും തരും. പിന്നെ വെറ്റിലേയും പാക്കൊക്കെ ഇടിച്ചു തന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ആ തൃശ്ശൂര് ആ വീട്ടിന്റെ ഉമ്മറത്ത് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ മറുപടി പറയാൻ എന്റെ അപ്പൂപ്പൻ ഉടൻ തന്നെ ഇവിടെ ലാൻഡ് ചെയ്യും. അവിടാണ് എന്നെ ഇരുത്തിക്കളയുന്നത് കേട്ടോ. കാരണം പുള്ളിയുടെ ഒരു ക്യാരക്ടർ, ഒന്നൊന്നര ക്യാരക്ടർ. അത് വരട്ടെ. മക്കളെ സൂപ്പറായിട്ട് പാടി. അതായത് മോള് ഓരോന്നിനും പാട്ടിനോടൊപ്പം എക്സ്പ്രഷൻ. അതായത് സുന്ദരനാണെന്ന് പറഞ്ഞ സുന്ദരനാണ് വരുന്നതെങ്കിൽ എന്ന് പറഞ്ഞപ്പോ അതിനൊരു എക്സ്പ്രഷൻ. പിന്നെ കദളി വാഴക്കയിരുന്ന് കാക്കയിരുന്ന് വിരുന്ന് വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് ചെല്ലണോ. ഞാൻ ചോദിച്ചാണ്. പിന്നെ വേണ്ടാന്ന് വെച്ച്. മോളെ കദളി വാഴ കേട്ടോ, വായയല്ല വായ പറഞ്ഞേ. വാഴ ആ കറക്റ്റ്. പക്ഷെ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. സുന്ദരിയാണ്, സുശീലയാണ്, സുമുഖിയാണ്. പാട്ടിലും അഭിനയത്തിലും അഗ്രഗണ്യാണ്. മോളെ ഈ പാട്ട് റിമിക്ക് ഭയങ്കര ഇഷ്ടം. അല്ല, ഈ പാട്ട് ആർക്കാ ഇഷ്ടമല്ലാത്ത? ഇതുപോലത്തെ കുറച്ച് വെളുക്കുമ്പോൾ കുളിക്കുന്ന കദളി വാഴ എല്ലാരും ചൊല്ലണ്. ഇത്രയും പഴയ പാട്ടുകൾ ഉണ്ടായിട്ടും കാലാകാലങ്ങളായിട്ട് നമ്മള് ഫാസ്റ്റ് നമ്പേഴ്സ് പഴയ പാട്ട് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം മധുരിക്കും. അവിടെ ഉണ്ട് കാക്ക. അതെ, മധുരിക്കും ഓർമ്മകളെ. എന്തായിരിക്കും ഇതിന്റെ ഒരു രഹസ്യം? എല്ലാരും ഇങ്ങനെ പാടി പാടി നല്ല സ്റ്റേജിൽ പഞ്ച് നോക്കി വന്നപ്പോ എടുത്താണോ? ഈ ലെജൻസ് ചെയ്യുന്ന അയല പൊരിച്ചതുണ്ട്. അവര് ചെയ്യുന്ന പാട്ടുകളുടെ ഒരു ബലം, അതായത് ആ കമ്പോസിഷന്റെ ഒരു ഫ്രെയിം, ദെൻ അതിന്റെ മേളിലോട്ട് വന്ന് വരികൾ ഇങ്ങനെ അങ്ങ് ഇരിക്കും. പിന്നെ ഒരു ഇരിപ്പ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ റാണിക്കുഞ്ഞേ. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ റാണിക്കുഞ്ഞേ. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ റാണിക്കുഞ്ഞേ. റാണിക്കുഞ്ഞേ, ഉപ്പിലിട്ട മാങ്ങ ഇഷ്ടമാണോ? കഴിച്ചിട്ടുണ്ടോ? അവക്കറിയാം, കുറച്ചൊക്കെ ഉണ്ട്. അച്ചാർ പോലെ ഇങ്ങനെ അല്ലേ? അവക്ക് അച്ചാറേ അറിയോ. ഈ ഉപ്പിലിട്ട മാങ്ങ എന്ന് പറഞ്ഞാൽ മോളെ ഒരു വലിയ സംഭവം. അത് ഈ കോഴിക്കോട് മറ്റേ ആ ഏരിയയിലോട്ടൊക്കെ പോകുമ്പോഴേ. അത് തൃശ്ശൂരാണ്. ഉപ്പുമാങ്ങ ഭരണിയുണ്ട്. ആ ഭരണിക്കകത്തോട്ട് ഒരു സീസൺ ആകുമ്പോ ഈ ഉപ്പുമാങ്ങ ഇട്ടിട്ട് ഉപ്പും ഒക്കെ ഇട്ട് അടച്ചു വെക്കും. എന്നിട്ട് അതൊരു നല്ല, അതായത് ഇങ്ങനെ പിഴിയുന്ന ഒരു ഇതാകുമ്പോഴത്തേക്ക് അതിനെ വെളിയിൽ എടുത്ത് വെക്കും. എന്നിട്ട് ഒരു തൂശനില അല്ലേ, അങ്ങനെയൊക്കെ പാട്ടുണ്ടല്ലോ. ഒരു തൂശനിലോട്ട് മുറിച്ച് വെച്ച് എന്നിട്ട് അതിൽ നല്ല തുമ്പപ്പൂ എന്നിട്ട് തുമ്പപ്പൂ ചോറൊക്കെ വിളമ്പിട്ട് ഒന്ന് രണ്ട് മൂന്ന്, ഒരുപാടൊന്നും നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ഒരു അവിയല്, തോരന്, അങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഈ ഒരു ഉപ്പുമാങ്ങ ഒരു സൈഡിൽ. അത് ഇത്രയേ കാണത്തുള്ളൂ, വലുതല്ല. കയ്യിലിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് കൈയുടെ ഇടയിൽ കൂടി ഇങ്ങനെ വരണം. എന്നിട്ട് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ്, പക്ഷെ ഒരു കഷ്ണം മീൻ വേണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സദ്യയുടെ കൂടെയോ? അല്ല, സദ്യയല്ല ഇത് ഒരു മൂട്. എന്നിട്ട് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് സ്വല്പം ചോറും കുറച്ച് തൈരും ഒരു ഇത്തിരി രസവും, എന്നിട്ട് ഇതും കൂടെ എന്നോട് പിഴിഞ്ഞിട്ട് പിന്നെ ഈ മാങ്ങ എടുത്ത് അങ്ങോട്ട് പിഴിയുക. എന്നിട്ട് ഇത്തിരി ഉപ്പും മുളകും കൂടെ ഉടച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി. വെള്ളം വന്നോ? എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഇങ്ങനെ MG ഇങ്ങനെ പറയല്ലേ, അപ്പൊ എനിക്ക് കൊതി വരും. അത് ആര് പറഞ്ഞാലും അതൊരു അല്ലേ. പിന്നെ ചിലര് കഥ പറയുന്ന പോലെ ഇങ്ങനെ പറയും. അതൊരു പ്രത്യേക രസം, നമ്മളത് വിഷ്വലി കാണും എന്ന് പറയുമ്പോ. റാണിക്കുഞ്ഞേ,
എങ്ങനെയാടാ ഇങ്ങനെ പാടാൻ പറ്റണം? അഭിനയിച്ച് ഒരു ലിറിക്സ് പോലും തെറ്റാ നല്ല സൂപ്പറായിട്ട് ഇപ്പൊ പഠിച്ചങ്ങാണ്ട് പാട്ടാണ്. ഇവര് പണ്ട് തൊട്ടേ പണ്ട് തലമുറ കൈമാറി വന്ന ഒന്നും അറിയാത്ത ആൾക്കാരാ. ഇപ്പൊ ഈ തലമുറയിൽ പെട്ടെന്ന് കിട്ടിയ ഒരു പാട്ടാ അവർക്ക്. കലക്കി റാണിക്കുഞ്ഞെ. റാണിക്കുഞ്ഞ് എന്റെ മുറ്റ ഉമ്മ ഉമ്മ. ഇങ്ങോട്ട് വരരുത്, ഞാൻ ഇങ്ങോട്ട് വന്നാ കടിച്ചു പറിക്കുന്നേ. പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്റെ അടുത്തൂടെ പോയേക്കല്ലേ. ഒരുപാട് അനുഭവസ്ഥരുണ്ട്. റാണിയെ കുഞ്ഞെ, എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണ്. വിരുന്നുകാരൊക്കെ വരാറുണ്ടോ വീട്ടില്? ആ അതേ ഉള്ളൂ. കുറച്ചൊക്കെ. വിരുന്ന് വരുന്നതിൽ ആര് വരാനാ കൂടുതൽ ഇഷ്ടം? എല്ലാവരും വരുന്ന ഇഷ്ടാണ്. എന്നാലും പ്രത്യേകിച്ച് ആരെങ്കിലും ഉണ്ടാവുമല്ലോ വീട്ടിലേക്ക് ഇല്ല. വരുന്നവര്. അങ്ങനെയല്ല, വിരുന്നുകാര് വന്നാ മതി അല്ലേ? മതി, ആരെങ്കിലും വരണം അല്ലേ? വന്നാ എന്തെങ്കിലും കൊണ്ടുവരാറുണ്ടോ വിരുന്നുകാര് വരുമ്പോ? കൊണ്ടുവരാറുണ്ട്. മുട്ടായി, ബിരിയാണി ഇതൊക്കെ കൊണ്ടുവരും അല്ലേ? എന്താണ് ഏറ്റവും ഇഷ്ടം? മധുരം അങ്ങനത്തെ ഒക്കെ. മധുരം. കൊണ്ടുവരും അല്ലേ? ഓക്കെ, അത് ശരി. അവർക്ക് എന്താ കൊടുക്കുന്നത്? നമ്മുടെ സ്പെഷ്യൽ വീട്ടിൽ ചായ. ചായ. അമ്മയുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും? തലശ്ശേരിയിലെ സ്പെഷ്യൽ എന്തേലും? തലശ്ശേരിയിൽ ഇഷ്ടംപോലെ ഫുഡിന്റെ സ്ഥലമല്ലേ? കൊറേ ഉണ്ട്. തളിപ്പറമ്പാണ്. തളിപ്പറമ്പ്. എന്നാലും കണ്ണൂരായാലും ശരി, തലശ്ശേരി ആയാലും തളിപ്പറമ്പായാലും ആ ഭാഗത്ത് മുഴുവൻ അതെ അതെ, ഫുഡിന്റെ അതെ സ്ഥലമാണ്. പല പല എന്താ വെറൈറ്റി. അവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യല്? അവിടാണ് റമി ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു 15 വിഭവം കാണും. അതെ, കല്ലുമേക്കാട് തന്നെ ഒരു 5 എണ്ണം. പിന്നെ എന്തൊക്കെയോ പേരില്, അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള. സത്യം. നേരെ മറിച്ച് നമ്മൾ ട്രിവാൻഡ്രത്തോ വല്ലതും അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വിടും കടയില്. ഒരു വാഴയ്ക്കപ്പോ ഒരു വടയും. ഓക്കെ, പാട്ട് കലക്കി കേട്ടോ. താങ്ക് യു. അസലായിട്ട് പാടി. വെരി ഗുഡ്. ഓക്കെ റാണിയെ കുട്ടി, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. താങ്ക് യു. കുഞ്ഞിപ്പാത്തുമ്മ. സൂപ്പറായിട്ടുണ്ട്. റാണിക്കുട്ടി, എന്തോ അപ്പൊ ഇന്നാ പിടിച്ചോ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ റാണിയപ്പുക്കുട്ടി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. ഡേഞ്ചേട്ടാ, ഓ നമ്മുടെ ക്യാരക്ടർ പെർഫോമൻസ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇനി സൂര്യകാന്തിന്റെ സമയമാണ്. അപ്പൊ ലെറ്റ്സ് വെൽക്കം സൂര്യകാന്ത് ഓൺ സ്റ്റേജ്. എന്താണ് പകടി കളിക്കുന്നത്? ഭ്രാന്തൻ. നീ മനസ്സിലായില്ല? ആര്? ലാലേട്ടൻ. അല്ലെങ്കിലും കഴിവില്ലവരെ ലോകം അംഗീകരിക്കില്ലല്ലോ. ഈ ഉറങ്ങാൻ പോകുന്ന പോലെ. നൈറ്റ് ഡ്രസ് ഒക്കെ അതെ, ഇല്ല അവനെ കണ്ടെന്ന് ഉറങ്ങാൻ തോന്നുന്നില്ല. സൂര്യ, നൈറ്റ് ഡ്രസ് ആണോ? ഈ ഡ്രസ്സ് കണ്ടിട്ട് ചില അമേരിക്കൻ, പറയാൻ പാടില്ല, എന്നാലും ഈ ജയിലിലൊക്കെ ഉണ്ടല്ലോ. അയ്യോ, ഞാനൊക്കെ ഉറങ്ങുമ്പോഴാ. ഇതില് ഓ പറഞ്ഞ പോലെ ക്യാരക്ടർ കാലക്കി. അപ്പൊ ഞാൻ ഊഹിക്കട്ടെ പാട്ട്. പാതിരാമഴ അല്ല അല്ല കളഭം ചാർത്തും. പാതിരാമഴ എനിക്ക് പുതുമഴയായാണ് ഞാൻ വിചാരിച്ചത്. ഒരു മെന്റൽ ഹോസ്പിറ്റലിന്റെ ആംബിയൻസിലുള്ള പാട്ടതല്ലേ പുതുമഴയായി. പക്ഷെ ഇതേ കളഭം ചാർത്തും അങ്ങനെ താളവട്ടത്തിലല്ലേ? താളവട്ടം. സുരകുടൻ ചേട്ടനല്ലേ പാടിയ? ഞാനാ പാടിയേ. ഞാനിപ്പോ ആലോചിക്കായിരുന്നു പെട്ടെന്ന്. ആ സ്റ്റുഡിയോ ചെന്നൈയിലായിരുന്നു. ചെന്നൈയില്. അപ്പൊ ഇവിടെ ആരും അങ്ങനെ റെക്കോർഡ് ചെയ്യാറില്ല. ഈ കാസറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാറില്ല. ഈ ഫിലിം റെക്കോർഡ് ചെയ്ത് അയ്യോ എന്തോ പോലെ ആയിപ്പോയി. ആ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ അറിയാൻ ഒരു ക്വാളിറ്റി ഇല്ല. ആ റെക്കോർഡ് ഒന്ന് കേട്ട് നോക്കൂ. അല്ലേ മോൻ കേട്ടില്ലേ? ഒന്നുമില്ല. ശരി. അതെ അതെ അതെ. വേറെ സാറ് പറഞ്ഞത് പോലും കേട്ടില്ല. അല്ല, പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്, മുഴുകി നിൽക്കുക. ഇതൊക്കെ ശ്രീകുടി ചേട്ടൻ പറയുമ്പോഴാണ് റെക്കോർഡിംഗ് ക്വാളിറ്റി മോശമാണെന്നൊക്കെ നല്ലതായിട്ട് തോന്നുന്നത്. അല്ല, അതാണ് അതിന്റെ പ്രശ്നം. കാരണം തോന്നിയില്ല, കാരണം അങ്ങനെ അല്ലായിരുന്നു. ശരിക്കും ഒരുപാട് പാട്ടുകൾ അങ്ങനെ ഉണ്ട് മോനെ. നമ്മൾ ഓരോ സ്റ്റുഡിയോയിലല്ലേ പോയി പാടുന്നത്. അപ്പൊ ഓരോ സ്റ്റുഡിയോയുടെയും അന്നത്തെ എഞ്ചിനീയറുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ അങ്ങനെ പല സ്റ്റുഡിയോയിൽ പോകുമ്പോഴും ചില സ്റ്റുഡിയോയിൽ നമുക്കൊരു കൺവീനിയന്റ് ആവില്ല പാടാൻ. പിന്നെ അന്ന് ഹെഡ്ഫോൺ എന്ന് പറയുന്നത് നല്ല ഇപ്പോഴത്തെ സൂചിച്ച ഹെഡ്ഫോൺ ഒന്നും അല്ല. ഇത്രയുള്ളൊരു കല്ല് പോലത്തെ ഒരു സാധനം, അതും നല്ല കട്ട സ്റ്റീൽ, ഇങ്ങനെ ഒരു വളയോ ഒരു ഉണ്ടയും, അത്ര മാത്രമേ. രണ്ട് സൈഡൊന്നും ഇല്ല. അതിങ്ങനെ ഇങ്ങനെ നിൽക്കും പാടിക്കഴിഞ്ഞ് 3 മണിക്കൂറൊക്കെ പാടുമ്പോഴത്തേക്ക്. രാജസാറിന്റെ അവിടെയൊക്കെ ആദ്യം മുമ്പ് അതായിരുന്നു അല്ലേ? അതുപോലത്തെ ഹെഡ്ഫോൺ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. സിനിമ
താളവട്ടം. ആ. വർഷം 1986. ഓക്കെ. എന്റെ അമ്മേ. മ്യൂസിക് ചെയ്തത് രഘുകുമാർ സാർ. പാടിയത് MG സാർ. ആ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അതൊക്കെ പോരായിരുന്നു. എനിക്ക് 10 പറയാനുണ്ട്. എനിക്ക് 10 പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ? ഞാൻ കേട്ടു. എനിക്ക് ഇവിടെ 1-2 പറയാനുണ്ടെന്ന്. പറഞ്ഞോ അങ്ങനെ? ഏതെങ്കിലും ഫ്രണ്ടിനോട് പറഞ്ഞോ ഇല്ലയോ? എന്ത്? എനിക്ക് 10 പറയാനുണ്ടെന്ന് ഇല്ലേ? ഇവിടെ അവനിപ്പോ മൊത്തം മുഴുകി നിൽക്കുന്ന ആ പാട്ടിനകത്ത്. അല്ല പാട്ടിനകത്ത് അപ്പൊ അതിന്റേതായ അതാ നീ അഭിനയിക്കുന്നാണോ ഇങ്ങനെ? ക്യാരക്ടറായിട്ട് നിൽക്കുക. അപ്പൊ നമ്മള് അപ്പൊ നമ്മള് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റില്ല. ആ അതാണ് കാര്യം. ഓക്കെ. ക്യാരക്ടർ നിൽക്കുമ്പോഴേ എന്തെങ്കിലും ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടിയ അവസരം മനസ്സിലുള്ള ദേഷ്യമൊക്കെ തീർക്ക്. എന്നാ പിന്നെ ചൂടാറാണ്ട് നമുക്കെന്നാ പെർഫോമൻസ് കഥാപാത്രമായിട്ട് ജീവിക്കട്ടെ. അത് തുടങ്ങാം നമുക്ക്. തുടങ്ങാം. ഓക്കെ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. all the best. All the best, man. താങ്ക് യു സാർ.
വെരി ഗുഡ്. ഡാൻസേഴ്സ് വെരി ഗുഡ്. കോറസ് വെരി ഗുഡ്. സൂപ്പർ സൂപ്പർ. സത്യം പറ, ആ സിറഞ്ച് കുത്തിയപ്പോ വേദന എടുത്തോ? ചെറുങ്ങനെ ചെറുങ്ങനെ വേദന. നടുവിനല്ലേ കുത്തിയത്? ഡാൻസ് പഠിപ്പിക്കുന്ന ഏട്ടൻ പറഞ്ഞു കുറച്ച് ബാർ കുത്തിയാലേ ആ ഷോക്ക് ഉണ്ടാവില്ല. ഷോക്ക് ഉണ്ടാവുള്ളൂ. ഷോക്ക് ഉണ്ടാവുള്ളൂ. എക്സ്പ്രഷൻ വരും. അതെ, കറക്റ്റ് റിയാക്ഷൻസ് ആയിരുന്നു അല്ലേ? റിയാക്ഷൻസ്. അതെ 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 അതെ. സൂര്യ, എന്തോ എനിക്ക് എല്ലാ വർഷവും ഒരു സൂര്യ ഉണ്ട്. ശരിയാ. சூர்யா நீ எப்படி இருக்கு சூர்யா? நல்லா இருக்கு. நல்லா இருக்கா? ரொம்ப நல்லா இருக்கு. ரொம்ப நல்லா இருக்கு. என்ன சாப்பிட்டாச்சு காலைல? தோசை. தோசையா? தோசை கூட தோசை இட்லி. தோசை இட்லியா? ரெண்டு சேர்த்து சாப்பிட்டீங்களா? அது எப்படி? இது பார்த்தா அப்படி தோசை இட்லி மொத்தமா ஏறாதே உள்ள. இதெல்லாம் எங்க போறது? எங்க போறது? എങ്ക പോறது? உள்ளாலே ഞാൻ சாம்பார் கீம்பார் ஒன்றும் கிடையாதா? சாம்பாரும் கிடையாது. சட்டுன்னு இருக்கா? சட்டுன்னு இருக்கு. സാമ്പാറും കിടയാതാ? சட்னி இருக்குன்னு இருக்குവോ ചട്ടണി? ചട്ടണി. മോനെ, എന്തോ ഈ പാട്ട് പാടിയപ്പോ ഒരുപാട് ഓർമ്മ വന്നേട്ടാ. മോഹൻലാലിനെയാണ് മെയിനായിട്ട് ഓർമ്മ വന്നത്. പിന്നെ സുമാരി ചേച്ചി ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് ശരിക്കും മലയാള സിനിമ തന്നെ കണ്ടിട്ടില്ല. കാരണം ടൈമിങ്, ഒരു സെറ്റിൽ വരുന്ന ടൈമിങ്, പിന്നെ ഇതുവരെ ഒരു എമൗണ്ടിനോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാത്തത്, അഭിനയത്തിന്റെ കുലപതിയാണ് സുമാരി ചേച്ചി. എത്ര ക്യാരക്ടേഴ്സാണ്, എത്ര MGR, ശിവാജി ഗണേശൻ തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാത്ത ഒരു വേഷങ്ങളും ഇല്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച അയ്യോ, ഒരു രക്ഷയില്ല. അതൊരു ജീനിയസ് ആണ്. കാരണം എത്ര ക്ഷീണം ഉണ്ടെങ്കിലും എത്ര അസുഖം ഉണ്ടെങ്കിലും നമ്മളൊരു സീൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 സംഭവമാണ്. അതൊന്നും നോക്കാതെ ഡെഡിക്കേഷനാണ്. ഷീ ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ ആക്ടിങ്. അതുപോലെ തന്നെ പാട്ടും. എപ്പോഴും പറയും എന്നെ ഗുരുവേ എന്ന് വിളിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫോറിൻ പ്രോഗ്രാമിന് പോകുമ്പം സുമാരി ചേച്ചി ആദ്യമായിട്ട് പാടാൻ ഭയങ്കരമായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനായിരുന്നു അവിടുത്തെ പാട്ട് മാസ്റ്റർ. അപ്പൊ KPC ലളിത ചേച്ചിക്ക്, സുകുമാരി ചേച്ചിക്ക് എല്ലാം പാട്ടെല്ലാം പറഞ്ഞു കൊടുത്ത് സ്റ്റേജിലൊക്കെ കൂടെ നിൽക്കും ഒരു ബലത്തിന്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമൊക്കെ ഇവൻ ഈ പാട്ടിലൂടെ എന്നെ ഓർമ്മിപ്പിച്ചു. നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. കൂടുതൽ എല്ലാവരും നന്നായിരുന്നു. ഒറ്റ സ്ഥലം മാത്രം, ആ സംഗതി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ തുടക്കത്തില് ബാക്കിയെല്ലാം നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. കളഭം ചാർത്തും എന്നുള്ള ഒന്ന് പാടിക്കുമോ? കളഭം ചാർത്തും കളഭം ചാർത്തും കളഭം ചാർത്തും കുന്നിൽ മരുവും താലോലം കിളികൾ. അതൊക്കെ കൊള്ളാം. 14 അവിടെ ഉണ്ട് സംഗതി. പതിവായേവം കരിനാനേനൻ നേനൻ പതിവായേവം ഏവം പതിവായേവം നരിനാനേനി ഒന്നായി പാടും കനിയൂടയോരേ. കനിയൂടയോരേ. ബാക്കിയല്ല ഓക്കെ. അവിടെ ഒരു ചെറിയ പെർഫെക്ഷൻ വരാനുണ്ട്. ബാക്കിയെല്ലാം മോൻ നല്ല രസമായിരുന്നു. മോന്റെ ആക്ടിങ്ങും കൊള്ളാം, ഒരു കുത്തും കിട്ടി. എന്തായാലും നന്നായിരുന്നു. ഐ എൻജോയ്. താങ്ക് യു മധു ചേട്ടാ. നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ഇനി ഞാനും നോട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് പല്ലവിയിലെ ആ സംഗതികളാണ്. അത് കളഭം ചാർത്തും കഴിഞ്ഞിട്ടൊരു കുരുകുരാന്ന് വരച്ചിട്ടുണ്ട്. കനകു കുന്നിൽ ശ്രീകുട്ടങ്ങൾ പറഞ്ഞില്ലേ, സെയിം പാടിയ ആള് തന്നെ പറഞ്ഞല്ലോ. അതെ, എന്ത് വേണം? ഇനി എന്ത് വേണം? അതെ. ബാക്കി അനുപല്ലവിയും ചരണമൊക്കെ കിടുക്കി. ഓക്കെ, എല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. എന്താ ഡെയിൻ? ഓക്കെ, എന്നോട് പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഞാൻ ഡെയിനല്ല ആൻസർ പഠിച്ചോണ്ടിരിക്കുക. ഡെയിന് എവിടെ നിന്നൊക്കെയാ സമ്മാനങ്ങൾ വരുന്നേ? ഒരുപാട് പേര് മറ്റേ iPhone 16 ഒക്കെ കൊണ്ട് കൊടുത്തു. സാറ്. അപ്പം മധുവങ്ങൾ ഒരു പാട്ട് പാടിത്തരാം, മഞ്ചാടി മണി കൊണ്ട്. മഞ്ചാടി മണി കൊണ്ട് മാണിക്കൂടം നിറഞ്ഞു, തില്ലാന പാടുന്ന വനമലർ കിളിയായി മനസ്സ്, തങ്ക മനസ്സ്. ആരതി പൂന്തിങ്കൾ ദൂരെ തൊഴുതുണർന്നു, കുളിരാം കുന്നിലായി നിഴലൂർന്നു വീണ വഴി നീളെ തുടിമഞ്ഞുതിർന്നു പോയി. മഞ്ചാടി മണി കൊണ്ട് മാണിക്കൂടം നിറഞ്ഞു,
ഉല്ലാല പാടുന്ന വനമലർ കിളിയായി മനസ്സ്. ഓക്കെ, സൂര്യകാന്തെ നല്ല രസമായിട്ട് പാടി കേട്ടാ. നമ്മളെല്ലാം ടെൻഷനിലാക്കിയ ഒരു സംഭവം എന്നാ പറയട്ടെ, ഞാൻ ഓർത്ത ആ സ്ഥലം നീ വിട്ടെന്ന്. കാരണം നല്ലൊരു ഇഞ്ചക്ഷൻ കിട്ടിയിട്ട് നീ ഇങ്ങനെ ആക്ട് ചെയ്ത് നമ്മളെ ഒന്ന് പേടിപ്പിച്ചു. ഇവിടെ സംഗീതമാനു അത് പാടില്ല അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ പാട്ടിഞ്ഞ് എടുക്കുകയല്ലായിരുന്നു. പക്ഷെ അവിടെ നീ ഒരു ഗംഭീര പ്ലേ ചെയ്തു, നമ്മളെ ഒന്ന് പറ്റിച്ച്. ഇവിടെ നിന്ന് തുടങ്ങിയത് വേദനയിലാ തുടങ്ങിയല്ലേ. ഇവിടെ ഇവിടെ സംഗീതമനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ആലോചിക്കണം, അത് സ്റ്റേജ് പോലും ആയില്ല. അപ്പൊ അത്രയ്ക്ക് അവര് ഹാപ്പി ആയിട്ട് ടെൻഷൻ ഇല്ലാണ്ട് ഇതൊക്കെ അഭിനയിച്ച് തുടങ്ങി. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം, നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ നല്ല പവർഫുൾ ആയിരുന്നു ആ പാട്ടിന്. എന്താണോ അത് ആവശ്യപ്പെടുന്ന ആ എനർജി ഉണ്ടായിരുന്നു മോന്റെ ത്രൂ ഔട്ട് സിംഗിങ്ങില് കേട്ടാ. മിടുക്കൻ, സൂപ്പർ. മക്കളെ പല്ലവി എല്ലായിടത്തും ഈ ആ സംഗതികളില്ലേ, അത് ഒരു സ്ഥലത്ത് പോയിരുന്നെങ്കിൽ നമുക്ക് 99 ആക്കായിരുന്നു. ഇത് 2-3 സ്ഥലത്ത് പോയത് കാരണം നന്നായിട്ട് പാടി. മാർക്ക് 98 എന്നാലും നീ നന്നായിട്ട് പാടിയിട്ടു. 98 out of 100. താങ്ക് യു സർ. ആടി ഒരു മോഹൻലാൽ പുകടി. അപ്പൊ സൂര്യകുട്ട ഹാപ്പി ആയല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ. ഓ, നമ്മുടെ ഓഡിയൻസ് ചോയ്സിനുള്ള സമയമാണ്. അതെ, അപ്പൊ ഓഡിയൻസിന്റെ ചോയ്സ് ഇന്ന് ആരായിരിക്കും? എനിക്ക് നമുക്കൊരു താരത്തിനെ തന്നെ വിളിക്കാം അല്ലേ? അതെ, നമ്മുടെ താരക്കുട്ടിയാണ്. വെൽക്കം താരക്കുട്ടി ഓൺ സ്റ്റേജ്. താരക്കുട്ടി. ഓ, എനിക്ക് വയ്യ. ഡ്രസ് ഇഷ്ടായി. ഇങ്ങനെയൊക്കെ ഇടണ ഇടയ്ക്കൊക്കെ നല്ല രസമാണ്. താരക്കുട്ടി, മോള് വരുമ്പോ ഒരു നല്ലൊരു എനർജറ്റിക് ഫീൽ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഏത് പാട്ടാ പാടുന്നത്? ഓ, ദേ ഇരിക്കുന്നു ഡിങ്കിരി. അല്ല, ഡിങ്കിരി ഞാൻ പാടിയതല്ല. ഡിങ്കിരി കല്യാണി എന്ന് പറഞ്ഞൊരു സിംഗർ പാടിയതാ. പക്ഷെ ഇത് സ്റ്റേജിൽ പാടി 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 എന്റെ പാട്ട് പോലെ. അയ്യോ, സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഡിങ്കിരി 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 കല്യാണം. ഡിങ്കിരി പട്ടാളം കല്യാണം ഒക്കെ ഒന്ന് തന്നെ. 3 അക്ഷരമല്ലേ ഉള്ളൂ, കല്യാണം പട്ടാളം. അപ്പൊ താരക്കുട്ടി, അപ്പൊ ഓഡിയൻസ് ചോയ്സിലാണ് പാടാൻ വന്നിരിക്കുന്നത് അല്ലേ? ആർക്ക് വേണ്ടിയാ പാടുന്നേ? അതെ അതെ, ആർക്ക് വേണ്ടിയാ? ഓഡിയൻസിന് വേണ്ടി. ഓക്കെ, തുടങ്ങല്ലേ? ഓൾ ദി ബെസ്റ്റ്. നമുക്ക് സിംഗർ കല്യാണിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. കല്യാണി ഇതുവരെ ആരും കണ്ടിട്ടില്ല അങ്ങനെ. ഈ പാട്ട് ഹിറ്റ് പാട്ട് പാടിയിട്ട് കല്യാണി എവിടെയോ പോയി ഞാൻ തമ്മിൽ കുറച്ച് പാട്ടുകൾ തമിഴിലൊക്കെ പാടിയിട്ടുണ്ട്. അതെ അതെ, അപ്പൊ കല്യാണിക്ക് വേണ്ടി ആയിക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തോക്കെടുക്കണ വേട്ടപ്പട്ടാളം, നാട്ടുകാരെ നടന്നിരിക്കണ കൂട്ടപ്പട്ടാളം. മിയാ മിയാ മേ മൈ മായി, മിയാ മിയാ മേ മൈ മായി, മിയാ മിയാ മേ മൈ മായി, മിയാ മിയാ മേ മൈ മായി. ഡിങ്കി 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 പട്ടാളം, ഡുംകി 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 പട്ടാളം. ഡിങ്കി 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 പട്ടാളം, ഡുംകി 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 പട്ടാളം.
തോക്ക് തോക്ക് ഈ തോക്ക് ചീക്കത്തോക്ക് അകലെ തന്നെ അതിര് കകള കരുത്തമാടെ പട്ടാളം കരുത്തമാടെ പട്ടാളം കരുത്തമാടെ പട്ടാളം നെഞ്ചിൽ വിളിക്കാൻ നെഞ്ചു പിടിച്ചോണ്ട് കഞ്ചി വലിക്കണ പട്ടാളം കഞ്ചി വലിക്കണ പട്ടാളം കഞ്ചി വലിക്കണ പട്ടാളം അകലെ തന്നെ അതിര് കകള കരുത്തമാടെ പട്ടാളം നെഞ്ചിൽ വിളിക്കാൻ നെഞ്ചു പിടിച്ചോണ്ട് കഞ്ചി വലിക്കണ പട്ടാളം വാക്കാളം മൂക്കുമുള്ളിൽ ചളിപ്പിള്ളേർ മുക്കാലി കെട്ടണ പട്ടാളം രാഗി പറഞ്ഞ് തിരിമഴ പെയ്ക്കും തീപ്പൊടി പട്ടാളം വാക്കാളം മൂക്കുമുള്ളിൽ ചളിപ്പിള്ളേർ മുക്കാലി കെട്ടണ പട്ടാളം രാഗി പറഞ്ഞ് തിരിമഴ പെയ്ക്കും തീപ്പൊടി പട്ടാളം പാവപ്പട്ടാളം ഇത് പട്ടണ പട്ടാളം പാവപ്പട്ടാളം ഇത് പട്ടണ പട്ടാളം ഡിങ്കേ 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 പട്ടാളം ഡുംകി 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 പട്ടാളം മുറുക്കിത്തുപ്പണം മുതുക്കി അമ്മയ്ക്ക് മുറുക്കാനിരിക്കും പട്ടാളം മുറുക്കാനിരിക്കും പട്ടാളം മുറുക്കാനിരിക്കും പട്ടാളം പണ്ടിപ്പുഴയിൽ പിക്കിരി മീനിന് ചുണ്ടയിടുന്നൊരു പട്ടാളം ചുണ്ടയിടുന്നൊരു പട്ടാളം ചുണ്ടയിടുന്നൊരു പട്ടാളം മുറുക്കിത്തുപ്പണം മുതുക്കി അമ്മയ്ക്ക് മുറുക്കാനിരിക്കും പട്ടാളം പണ്ടിപ്പുഴയിൽ പിക്കിരി മീനിന് ചുണ്ടയിടുന്നൊരു പട്ടാളം പാടവരമ്പത്തെ കക്കാലിഞ്ഞെന്തിനെ പഞ്ഞു പിടിക്കണ പട്ടാളം ആലപ്പുറത്തേറി കൊഞ്ഞണം കൂട്ടണ വാണര പട്ടാളം പാവപ്പട്ടാളം ഇത് പട്ടണ പട്ടാളം പാവപ്പട്ടാളം ഇത് പട്ടണ പട്ടാളം ഡിങ്കേ 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 ഡിങ്കിളി പട്ടാളം ഡുംകി 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 ഡുങ്കിളി പട്ടാളം ഡിങ്കേ 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 ഡിങ്കിളി പട്ടാളം ഡുംകി 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 ഡുങ്കിളി പട്ടാളം കോഴിക്കുഞ്ഞിനു കുടുക്ക വെക്കണ കുറുക്കപ്പട്ടാളം കോളമഞ്ഞിന് കുളം പഠിക്കണ കുതിരപ്പട്ടാളം പാക്കിട്ടയാൽ തോക്കെടുക്കണ വേട്ടപ്പട്ടാളം ഏയ് നാട്ടുകാരെ നടും തിരിക്കണ കൂട്ടപ്പട്ടാളം വാക്കിടയാൽ തോക്കെടുക്കണ വേട്ടപ്പട്ടാളം ഏയ് നാട്ടുകാരെ നടും തിരിക്കണ കൂട്ടപ്പട്ടാളം ഇവരോടിപ്പോ ഒരു പാട്ട് പാടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താലോ എന്ന് ചോദിച്ചു ഇവർ എന്ത് മറുപടി പറയും? മാനസികാവസ്ഥയിലായിരിക്കും അവരിപ്പോ. എന്തേലും പറയോ? ഇല്ലല്ലേ, നമ്മുടെ ജഡ്ജസ് അല്ലേ. അത്രേ ഉള്ളൂ. ഡേഞ്ചർ വിളിച്ചോ, നമ്മുടെ ജഡ്ജസ് അല്ലേ. അതെ അതെ, ഞാൻ നമ്മൾ കൂടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടാണല്ലോ ചോദിക്കുന്നത്. ആണ്. മത്സേട്ടാ, എന്താ നമുക്കൊരു പാട്ട് പാടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചാൽ അതെ, അതായിരിക്കും ഉത്തമം. ഓക്കെ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും മധുരഹേ മന്ദം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. നിസ 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 നീര ഗമ 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 ഗമരീസ നിസ 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 നീര ഗമ 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 ഗമരീസ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും മധുരഹേ മന്ദം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു
അങ്ങനെ ഈ ഗംഭീര പാട്ടോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ സീ യു ബൈ ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.